ആ രാവിലെ ഇന്നലെ പോയിട്ട് എന്തായി പിന്നെ വിശേഷം? ഇന്നലെ നമ്മള് സിനിമ നമ്മൾ കണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ശോഭയില് എക്സ്പീരിയൻസ്? ഒരു എന്താ പറയാ, ഒരു നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിത് ശോഭ സിറ്റിയിലുള്ളത്. ശോഭ സിറ്റിയിൽ നമ്മൾ വന്നിട്ട് ഇതുവരെയ്ക്ക് ഇവിടെ ഒരു സിനിമ കയറി കണ്ടിട്ടില്ല. ആ ഒരു വിഷമം ഇന്നത്തോടെ തീർക്കാം. ഉള്ള നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അവിടെ കയറി ഭക്ഷണം കഴിക്കണം, പിന്നെ സിനിമയ്ക്ക് കയറണം. സിനിമ എന്ന് പറയുമ്പം ഒരു എന്താ പറയുക, ഇതുവരെ നമ്മുടെ മലയാള ചരിത്രത്തിൽ ഇല്ലാത്തൊരു ടൈപ്പ് സിനിമയാണ് ഇപ്പം ഇവിടെ ഒരു സ്ക്രീനിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, അങ്ങനെ കുറേ മുമ്പ് കണ്ടിട്ടില്ല, മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. അതായത് ലൂസിഡ് ഡ്രീംസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. നമ്മൾ കാണുന്ന സ്വപ്നം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? അത് വേണം. ഷോഭ സിറ്റി ഇങ്ങനത്തെ വ്യൂവിന് വേണ്ടി ഫേമസ് ആണ്. നമ്മുടെ ബുറീറ്റോ എന്ന് പറഞ്ഞൊരു സ്നാക്കാണ്. ഇത് ചിക്കൻ ഫില്ലിങ്സ് ഉള്ളതും ഇത് വെജ് ഫില്ലിങ്സ് ഉള്ളതും. ഇത് ചൂറോസ് എന്ന് പറഞ്ഞൊരു സ്വീറ്റ് ഡെസേർട്ട് ഐറ്റമാണ്. ഇത് ശരിക്കും ചോക്ലേറ്റ് ഡിപ്പിൽ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കണം. സോ കഴിക്കാം. എന്താണ് ലൂസിഡ് ഡ്രീമിംഗ് എന്ന് അറിയാണ്ട് നമ്മൾ തിയേറ്ററിൽ കയറുന്ന ചിലപ്പോൾ നമുക്ക് കഥ കിട്ടില്ല അല്ലെ? അതെ, ലൂസിഡ് ഡ്രീമിംഗ് നമ്മൾ മുമ്പേ വായിച്ചു നോക്കിയിട്ട് ഇത് പോകണമെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇത് പെട്ടെന്ന് സിനിമയിൽ പോയി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു ധാരണയില്ല, അതെന്താണ് സംഭവം എന്ന് മനസ്സിലാവില്ല. ഒരു ഇൻഫോർമേഷൻ ഇല്ലാണ്ട് പോയി സിനിമ കാണുമ്പോൾ നമ്മളൊരു ഹോളിവുഡ് പടം കാണുന്ന പോലെയാണ്. നമ്മൾ എന്താ സംഭവിക്കുക, എന്താണ് സ്റ്റോറി, നമ്മൾ സ്റ്റോറി വലിയ സിമ്പിൾ സ്റ്റോറി, വലിയ കഥയും പറയാനും വലിയ സ്റ്റോറി ഒന്നുമില്ല. അതില് ഒരു 3 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ 2-3 ദിവസം നമ്മൾ അത് രജിസ്റ്റർ ചെയ്തെടുക്കും, സംശയങ്ങൾ വരും. ആ സംശയങ്ങൾ നമ്മൾ പിന്നോട്ട് ഓടിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വരുമ്പോൾ സമയം എടുക്കും. അധികം ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല സ്റ്റോറിയില്ല, പ്ലോട്ടിലാണ് അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഓരോരുത്തരുടെ ഉള്ളിൽ ഭയങ്ങളുണ്ട്. ഇപ്പോൾ മെയിൻ ക്യാരക്ടറിന് ഒരു ലോറിനെ കാണുമ്പോൾ ഒരു ഭയമുണ്ട്. അതുപോലെ അതില് സബ് ക്യാരക്ടേഴ്സിൽ ഒരാൾക്ക് സ്വന്തം പാസ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇത്തിരി ഒരു പേടി. സിനിമ ഇപ്പോൾ ഫോബിയാസിനെ കുറിച്ചൊരു ഓരോ ക്യാരക്ടേഴ്സിനും അവരുടെ ഫോബിയയുടെ കുറിച്ചും അതിന് മുമ്പ് തന്നെ പ്ലോട്ടിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് തന്നെ അത് സിനിമ മൊത്തം കാണിക്കുന്നു. ഇങ്ങനത്തെ ഒരു ഫോബിയ ഈ ക്യാരക്ടറിന്. പക്ഷെ അതെന്തുകൊണ്ടാണെന്നും അതെങ്ങനെയാണെന്നും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് മൊത്തം സിനിമ ഇരുന്ന് കാണണം. ഓരോ സീനുകളും വേണമെങ്കിൽ കഴിഞ്ഞ സീനായിട്ടൊക്കെ ഇന്റർ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ആ സീനുകൾ വരുന്നത്. അപ്പൊ ഒരു സീൻ മിസ്സാക്കിയാല് നമുക്ക് ആകെ പുകയും. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. കാരണം അത് അവസാനം ആ പ്ലോട്ട് എത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വീട്ടിൽ വന്നിട്ട് ഞാൻ രാത്രി കുറെ ആലോചിച്ചു, എങ്ങനെയാണത് എങ്ങനെ കണക്ട് ചെയ്ത് വന്നേനെ കുറെ ആലോചിച്ചു. എന്നിട്ടാണ് നമുക്ക് അതെങ്ങനെയാണല്ലേ. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, നമ്മളിപ്പോ ഡ്രീമിലാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഡ്രീമിൽ ലൂസിഡ് ഡ്രീമിങ്, നമ്മൾ ഒരാളുടെ ഡ്രീമിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ കോയിൻ ടോസ് ചെയ്യുന്ന ഒരു പരിപാടി. കോയിൻ ടോസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ഡ്രീമിന്റെ അകത്താണെങ്കിൽ നമ്മളൊരു ഇതുപോലെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഡ്രീമിനാണോ അല്ലേ എന്നുള്ള കാര്യം. അത് എന്താ തോന്നിയത്? കോയിൻ ടോസ് ചെയ്യാൻ നമുക്ക് അറിയില്ല. നമ്മുടെ ഡ്രീമിലാണെങ്കിലും അതെങ്ങനെ അതിന്റെ ലോജിക്ക് നിൽക്കാൻ കോയിൻ ടോസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ ഡ്രീമിനാണോ അല്ലാതെ മനസ്സിലാക്കും. കാരണം നമ്മള് ഒരു ഡ്രീമില് ആവുമ്പോൾ നമ്മളെ തന്നെ നമ്മുടെ ഡ്രീമില് കാണുമ്പോൾ അതില് ഒരുവിധ സംഭവം നമുക്ക് റിയലായിട്ട് തോന്നും. അത് കുറച്ച് കാര്യത്തേക്ക് നമ്മുടെ മനസ്സിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേ കാര്യങ്ങൾ നമുക്ക് സൈക്കിള് ചവിട്ടുന്ന കാര്യം പോലും നമുക്ക് ഡ്രീമില് ചെയ്തുകൂടാനില്ല, ഇല്ലേ? ഓഫ് കോഴ്സ് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
അതെ, കാരണം ഇത് ഈ സീൻ ഇപ്പോ ഡ്രീമിലാണോ റിയാലിറ്റി ആണോ എന്നൊരു സംശയം നമുക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതിന് സംവിധായകൻ അവസാനം അത് ശരിയാക്കുകയും ചെയ്യും. പക്ഷെ എന്താ പറയാ, ഇന്റർ കണക്ഷൻസ് ഭയങ്കരമാണ്. കുറെ വയറുകൾ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ചൊരു ബുദ്ധി കൂടെ, ഒരു പോയിന്റ് ബുദ്ധിക്ക് അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലാണ്. ഇൻഫോർമേഷൻ മാത്രമുള്ള ഡയറക്ടറിന് നന്നായിട്ട് അറിയാൻ കൊണ്ടായിരിക്കും നമ്മളെ ഈ സിനിമയില് ഇൻക്ലൂഡ് ചെയ്തിട്ടും ഈ എക്സ്പീരിയൻസിൽ ഇൻക്ലൂഡ് ചെയ്തതും വളരെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മളൊരു ടോട്ടലി ഇതിന്റെ കുറച്ചൊരു 100% ഇൻഫോർമേഷൻ നമുക്ക് അറിയില്ലല്ലോ. ലൂസിഡ് ഡ്രീമിംഗ് ആരും എക്സ്പീരിയൻസ് ഡ്രീമിനുള്ളിൽ ഒരു റിയാലിറ്റി എങ്ങനെ മനസ്സിലാക്കുന്ന ആവില്ല. പക്ഷെ അതുപോലത്തെ ഒരു സിമ്പിൾ ഒരു ഹോളിവുഡ് മൂവിയുടെ ഒരു ഫീൽ, ഒരു ടച്ച് ഉണ്ട്. ഒരു ലൂപ്പിൽ വന്ന പോലെ ഒരു തോന്നല് പോലെ വന്നു. ഒരു ടൈം ലൂപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒരു ഇതും എല്ലാ സിനിമയിലും ഷെയർ ചെയ്തില്ല. പക്ഷെ ഇത് ടൈം ലൂപ്പ് അല്ലല്ലോ, ഇതൊരു ഡ്രീം ലൂപ്പ് എന്ന ഒരു കോൺസെപ്റ്റിൽ വന്ന പോലെ. പിന്നെ സോങ്സ് ഒന്നും കുഴപ്പമില്ലായിരുന്നു, നല്ല നല്ല സോങ്സ് ആയിരുന്നു. ഒരു 2 ടൈം കേൾക്കാനായിട്ടുള്ള ഒരു സോങ്സ് ഇതിലുണ്ട്. അത്രയും സോങ്സിനോട് അത്രയ്ക്കും ഫോക്കസ് കൊടുത്തിട്ടില്ല. 1-2 ഹിറ്റ് സോങ് ഉണ്ടെങ്കിൽ ആ പടത്തിന്റെ ആൽബം കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ശരിയാണ്, അത് ശരി. അത് മാർക്കറ്റ് ചെയ്തെങ്കിൽ സോങ്സ് ഒക്കെ നന്നായി മാർക്കറ്റ് ചെയ്തെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ഒരു എന്താ പറയാ, ഒരു ടച്ച് പോയിന്റ് കിട്ടിയാണ്. ആൾക്കാർക്ക് ഒരു കണക്ഷൻ പോയിന്റ് അതിന് കിട്ടിയ. കാരണം സോങ്സ് എത്ര നല്ലതാണ്. ഇപ്പൊ പണ്ട് മുതലേ സിനിമകളിൽ, ഇന്ത്യൻ മൂവീസിൽ സോങ്സ് ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ പോയി കണ്ടത്. ഇപ്പൊ 2-3 ഹിറ്റ് സോങ്സ് നല്ല ടോപ്പ് ഗായകന്മാരെ കൊണ്ട് പാടിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും അവർക്ക് ആ സിനിമ കാണാനുള്ള ഒരു ആകാംക്ഷ തോന്നും. അത് OTT-യിലേക്ക് പോകുന്ന അല്ലെങ്കിൽ OTT ഹിറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു മൂവിയാണ്. തിയേറ്റർ ഹിറ്റ് അല്ല. OTT-നെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് വ്യൂവേഴ്സ് കിട്ടും. OTT-യിലെ പിന്നെ പോരാത്തിന് അവർക്ക് പ്രൊമോഷനും കിട്ടും. വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഹോട്ട്സ്റ്റാറോ നെറ്റ്ഫ്ലിക്സിലോ അങ്ങനെ സ്ട്രീമിംഗ് ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സ്കോപ്പ് കിട്ടും. എന്തായാലും ഇങ്ങനൊരു തീം അല്ലെങ്കിൽ ഇങ്ങനൊരു മേക്കിംഗ് മലയാള സിനിമയിൽ ആദ്യമാണ്. ഞങ്ങൾ പോയി കണ്ടു. പടം നല്ല അഭിപ്രായമാണുള്ളത്. നമ്മളെ കൊണ്ട് അതിനെ കുറിച്ച് പിന്നെയും ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ ആ രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ സംവിധായകന് എല്ലാ ആശംസകളും. പുതിയൊരു പരീക്ഷണമാണ്. അപ്പം OTT-ക്കുള്ള സിനിമയാണത്. അത് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം അങ്ങനെയാണ് അതിന്റെ മേക്കിംഗ്. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കുറെ സംശയങ്ങളൊക്കെ ഉണ്ട്. ആ സംശയങ്ങൾ OTT-യിൽ സിനിമ വരുമ്പോൾ നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് ഇപ്പോഴത്തെ വിശേഷങ്ങള്. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ബ്രോ, അല്ല ശരി.